ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇത്തവണ പ്രത്യേകിച്ചിട്ടും ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ശനിയുടെ രാശിമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ശനി കുറേ പേർക്ക് എതിരായും അനുകൂലമായും നിന്നുകൊണ്ടിരിക്കുന്ന കുംഭൻ രാശി അത് മാറി മീനൻ രാശിയിലേക്ക് പോകുമ്പോൾ ആർക്കൊക്കെയാണ് ഗുണവും ദോഷവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്? ഇതാണ് സാധാരണ ഞാൻ പറയാറ്. ജനറലായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ വലിയ രൂപത്തിൽ ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഈ നെറ്റിലൊക്കെ കയറിയിട്ട് നോക്കുന്നവർക്ക് വലിയ ഭയം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഏതവസ്ഥയിലെത്തിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ ഒരുവിധം അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവിടെ നടക്കുന്നത് 75% പക്ക ഫ്രോഡ് പരിപാടിയാണ്. 25 മാത്രമേ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുന്നവരുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനതിനെ കൂടുതൽ അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ പറയുന്നതാണ്. എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളും അതുപയോഗിച്ച് നടക്കുന്നു. ഒപ്പം എത്രയോ ജന്മങ്ങൾ വഴിയാധാരമായി പോകുന്നു. എന്താണ് പറയുക, ഇപ്പം ഇന്നലത്തെ മിഞ്ഞാന്നത്തെ കൊലപാതകം പോലും അവർ ഇൻസ്റ്റയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് അവനെ കൊല്ലുന്ന കാര്യമൊക്കെ പറയുന്നത്. എവിടെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ചെറിയ പെൺകുട്ടികളൊക്കെ ഈ ഇൻസ്റ്റയിൽ കാണുന്ന ആളെല്ലാം ഭയങ്കരനാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി പോവുക. ഒരു ലക്കും ലഗാനും ഇല്ല. അല്ല, നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ല എന്നല്ല, പക്ഷേ ഇത്രമാത്രം ഈ ഒരു മേഖല പുഷ്ടിപ്പെട്ടതോടുകൂടി, അതായത് സോഷ്യൽ മീഡിയ മേഖല, അത് 15 കൊല്ലത്തിന് ഇങ്ങോട്ടാണല്ലോ. 20-25 കൊല്ലമായെങ്കിലും അതിന് ശക്തി പ്രാപിച്ചത് പ്രത്യേകിച്ചിട്ടും അതായത് പിള്ളേരുടെ ലോകമാണ് ഇൻസ്റ്റാഗ്രാം. നമ്മൾ എന്താ പറയുക, തന്തവൈബും കൊണ്ട് ഇവിടെ ഫേസ്ബുക്കിലാണ്. വാട്സാപ്പ് പിന്നെ ഇപ്പം ജനറലായിട്ട് ഉപയോഗിക്കാതെ ആർക്കും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടല്ലോ. ഉദാഹരണം, ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഓർഡർ പോലും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ വാട്സാപ്പിലാണല്ലോ വരിക. വാട്സാപ്പ് പിന്നെ അത് കോമൺ ആയിപ്പോയി. അപ്പോൾ ഇതിൽ ഈ മീഡിയ ഈ ജ്യോതിഷത്തിനെ വലിയ രൂപത്തിൽ അപായപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ 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 കോള് കട്ടായി തോന്നുന്നു. അപ്പോൾ അത് പിന്നെ എന്താണ്, ഭയപ്പെടുത്തി മുതലെടുക്കുക എന്നുള്ള. ഹലോ 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 എവിടുന്ന് എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ. ആഗസ്റ്റ് 26, 1996 ആഗസ്റ്റ് 26 11:45 AM. 26/8/97. എന്തൊക്കെയാണ് പറയുന്നത്? 26/8/1997. 26/8/1997. ഓക്കെ. സമയം 11:45 AM.
ആരുടെയാണ്? ആണിൻ്റെ ആണ് പെണ്ണിൻ്റെ ആണ്? മോൾ സ്നേഹ മോള്. ആ, പേരൊന്നും പറയണ്ട. മോളെ കല്യാണത്തിനെ പറ്റി അറിയാം. ആ, ശരി ശരി. പ്രോഗ്രാമിൽ പേര് പറയണ്ട ആരും, ആ ആ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. മകീരം നക്ഷത്രം. ആ ആ അപ്പോൾ ഇവിടെ വിവാഹ സംബന്ധമായിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? ആ ആ ഇപ്പം വ്യാഴദശ തുടങ്ങിക്കഴിഞ്ഞു. വ്യാഴം നീചത്തിലാണ്. അപ്പോൾ ഇപ്പം നടക്കുന്നത് ശനിയുടെ അപഹാരം. ആ ശനിയുടെ അപഹാരം അനുകൂലമാണ്. അത് തുടങ്ങിയിട്ട് 5 മാസമായി. അപ്പോൾ ഇനി വിവാഹം അങ്ങോട്ട് നടക്കും എന്ന് വേണം പറയാൻ. ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലത്തിനുള്ളിൽ എന്തായാലും. പക്ഷേ ശനി ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ട കർമ്മങ്ങളും കൂടി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ജാതകത്തിൽ ശുക്രന് നീചാവസ്ഥയുണ്ട്. അതിൻ്റെ പരിഹാരവും ചെയ്യണം. അത് നിങ്ങൾ നേരിട്ട് വന്നാലല്ലേ, നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, നേരിട്ട് വന്നിട്ട് ആ പരിഹാരങ്ങൾ ചെയ്യുന്നു. ഇപ്പം 27 വയസ്സായതുകൊണ്ട് ജോലി ചെയ്യുന്നില്ലേ? ആ, അപ്പോൾ ഇനി വൈകണ്ട. 27 വയസ്സ് ഇപ്പം തന്നെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടുക, എന്നിട്ട് വരിക. അത് എത്രയും നന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കല്യാണ യോഗമൊക്കെ ഇവിടെ പൂർണ്ണമായിട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന് ശനിയുടെ അപഹാരമാണ്, ഒപ്പം ശുക്രന് ഉള്ള ദോഷമുണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റൊരു കല്യാണം ആദ്യം നടക്കേണ്ടതായിരുന്നു, അത് നടന്നില്ലല്ലോ, അതെല്ലാം പൊളിഞ്ഞു പോയല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു അപ്പോൾ ഇനി ശരിയായ കല്യാണം നടക്കാൻ നമുക്ക് ഇത് വേണം. അല്ലെങ്കിൽ മുമ്പിൽ വന്നിട്ട് അതങ്ങോട്ട് അകന്നു പോവാ എന്നുള്ള ഫലം വരും. ശുക്രൻ നീചത്തിലുള്ളതുകൊണ്ട്. അപ്പോൾ അതിന് ശനി ദൃഷ്ടി ചെയ്യുന്നു. ശുക്രനാണ് കല്യാണത്തിൻ്റെ ആൾ. ആ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ശനി പൊതുവെ ജാതകത്തിൽ നല്ല ശനിയാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, തടസ്സങ്ങൾ അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി കർമ്മം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് നിങ്ങളുടെ ഇഷ്ടം. താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക. ഓക്കെ. കല്യാണം നടക്കില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണമൊക്കെ നടക്കും. പക്ഷെ അത് ഇനിയും താമസം വരാതിരിക്കാനാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞത് ശനിയുടെ ഈ മാറ്റം ചിലർക്ക് അനുകൂലമായിട്ട് വരുന്നു. അത് പ്രധാനമായിട്ടും ഇത് 3-4 ആഴ്ച കൊണ്ട് പറഞ്ഞു തരേണ്ടതാണ്. അതിൽ ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും അകലുന്നത്, ഏരശനിയുടെ ദോഷം അകലുന്നത് മകരക്കൂറുകാർക്കാണ്. അതായത് മകരം ഉത്രാടത്തിൻ്റെ 1/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും. ഇതാണ് മകരക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആ മകരക്കൂറുകാർ ഏരശനിയുടെ കഴിഞ്ഞ 7 വർഷമായിട്ട് അനുഭവിച്ചു വരുന്ന പലവിധ കഷ്ടപ്പാടുകളും ഉണ്ടാവും. അത് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നും മോചനം നേടിയ ആരും ഉണ്ടാവില്ല. വലിയ ആ പരമസത്യം പറയാതിരിക്കാൻ പറ്റില്ല. വലിയ രൂപത്തിലുള്ള ഉപാസന ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇനി ശനിയുടെ മന്ത്രങ്ങളും ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള ഇതൊക്കെ നിത്യപ്രാർത്ഥന കഴിഞ്ഞ 30 വർഷമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ കൂറിലുള്ള ആളാണ് ഞാനും. എനിക്കും അനുഭവിക്കേണ്ടി വന്നു പലതും. പ്രധാനമായിട്ടും ധനനഷ്ടം. അപ്പോൾ അത് പല രൂപത്തിലാണ് അനുഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ധനനഷ്ടം പിന്നെ അതിഭീകരമായിട്ടുള്ളൊരു ധനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ എന്നെപ്പോലെയുള്ള ഉപാസകന്മാർക്ക് പോലും അത് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. സാധാരണ ഇത്തരം ഉപാസനാ മാർഗത്തിലൊന്നും സഞ്ചരിക്കാത്ത വ്യക്തികൾക്ക് കുറച്ച് കഠിനമായിരിക്കും.
നമുക്കൊക്കെ ഏതിനെയും അതിനെ ഉപാസകന്മാർക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ടല്ലോ. അവർക്ക് എന്തു വന്നാലും അതിനെ ഒരു തടഞ്ഞു നിർത്തുന്നൊരു ശക്തി വേറെ ഉണ്ടാവും. ആ ശക്തിയുടെ കളികൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെന്ത് നിശ്ചയിച്ചിരിക്കുന്നു എന്നും പറയാനാവില്ല. പക്ഷെ ഏതായാലും അത് ശ്രദ്ധിക്കും നമ്മളെ, അത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. വലിയ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യം ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. പരിഹാരത്തിന് വിളിക്കുന്നതാണ്. ശരി. ഡേറ്റ് ഓഫ് ബർത്ത് 12/9/58. സമയം പറയൂ. രാവിലെ 4:46. എന്താണ് അറിയേണ്ട വിഷയം? എന്റെ ഒരു കുടുംബ സ്വത്ത് സഹോദരനുമായിട്ടൊരു 4 വർഷമായിട്ടൊരു കേസ് നടക്കുന്നുണ്ട്. ശരി. കുടുംബ സ്വത്ത് അത് സഹോദരൻ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് എഴുതി വെച്ചിട്ടായിരുന്നു അച്ഛൻ. അപ്പൊ അത് സബ് പാർട്ടീഷൻ ചെയ്യാൻ മൂത്ത സഹോദരൻ വിസമ്മതിക്കുകയാണ്. അവര് തയ്യാറാകുന്നില്ല. അതിനൊന്നും ഇല്ല ഇപ്പൊ. ഞാനെനിക്ക് ഒരു സൂട്ടിട്ടാണ് ഇതിന്റെ കോർട്ടില് 4 വർഷമായി, 2021. അനുകൂല സമയമാണ്. അതിന്റെ നല്ലൊരു നിങ്ങൾക്കിപ്പോൾ രാഹുദശ അവസാനിക്കുകയാണ്. ഇപ്പോൾ രാഹുവിൻ്റെ ദശ കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ ദശയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വ്യാഴവും അത്ര വലിയ ഇത് പറയാനില്ല, അഷ്ടമാധിപനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാപഹാരം കഴിയുന്നത് ഒരു വലിയൊരു പറയാനില്ല. കേസ് കളി നടക്കട്ടെ. ഒരു ഉറപ്പൊന്നും തരാൻ ഈ ജാതകം വെച്ചിട്ട് പറ്റുന്നില്ല. 4 സ്വത്ത് സംബന്ധമായിട്ടുള്ളതല്ലേ അല്ലേ? ആ, സ്വത്ത് സംബന്ധമായിട്ട് 4 ശനി നിൽക്കുന്ന ജാതകക്കാരനും കൂടിയാണ് താങ്കൾ. അത് നിമിത്തം ശത്രുത വരിക. 6ാം ഭാവാധിപനും കൂടിയാണ് ഈ ശനി. ഇപ്പോൾ 4ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തിൽ ശത്രുക്കൾ വരിക, ഭവന സംബന്ധമായിട്ട് ദോഷങ്ങൾ ചെയ്തു വെക്കുക, ഇതൊക്കെ ഫലങ്ങളാണ്. അതൊക്കെ അന്ധവിശ്വാസമാണെങ്കിൽ കൂടിയും പക്ഷേ അങ്ങനെയൊക്കെ ഒരു ചില സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് ശത്രുകൃതമായ കർമ്മങ്ങളൊക്കെ ഈ രാഹുവിൻ്റെ ദശയിൽ ബാധിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതിൻ്റേതായ രൂപത്തിൽ കർമ്മങ്ങളിലൂടെ അതിനെയൊക്കെ അകറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും കാര്യം നടക്കില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ശത്രുകൃതമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അത് ദുഷ്കർമ്മങ്ങളാണ്. അത് നമ്മളൊന്നും ചെയ്യാറില്ല, പക്ഷെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അത് ഈ രാഹുദശാകാലത്താണ് അത് പിടിക്കുക എന്ന് പറയും. രാഹുദശയിലാണ് അതൊക്കെ ബാധിക്കുക. രാഹു, ശനി. ഇപ്പോൾ അത് രാഹു കഴിഞ്ഞെങ്കിലും ആ സമയത്ത് പിടിച്ചതാടെ ഉണ്ടാവുമല്ലോ. അതവിടെ ഉണ്ടല്ലോ. അതിനെ ഏതെങ്കിലും അല്ല, അതിനെ അടക്കം ബാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കരുതിയിരിക്കണം. അതിനെക്കുറിച്ച് ബോധവാനാവണം. ഇങ്ങനെ ഉള്ള ചില, അതായത് നീചാത്മാക്കൾ, എന്തും ചെയ്യാനും മടിക്കാത്ത നീചാത്മാക്കളുണ്ട് പ്രപഞ്ചത്തിൽ. അവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും അവരെ ബാധിക്കില്ല. അവർ പലതും അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയേ ഇവിടെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വെച്ച് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത് പലതിനും ഇതായിട്ട് വരും. പിന്നെ സ്വാപഹാരം കഴിയുന്നതുവരെ സമയത്തിൻ്റെ ആനുകൂല്യം പറയാൻ പറ്റില്ലല്ലോ. വ്യാഴത്തിൻ്റെ അഷ്ടമാധിപത്യ ദോഷമുള്ള വ്യാഴമാണ്. അതിൻ്റെ സ്വാപഹാരം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മനസ്സിന് വല്ലാതെ ടെൻഷൻ അനുഭവപ്പെടും പല കാര്യങ്ങളിലും. ഉദ്ദേശ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഫലമായിട്ട് ഞാൻ പറയുന്നു.
ആയുസിനൊന്നും ബുദ്ധിമുട്ടൊന്നും ആയുസ്സൊന്നും അത് പിന്നെ ആരാണ് തീരുമാനിക്കുന്നത്? അത് നമ്മളിപ്പം അക്രമങ്ങളൊന്നും ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും കയ്യേറ്റത്തിനൊന്നും ഞാൻ സാധ്യത കാണുന്നില്ല. ദൈവാനുഗ്രഹം ഉണ്ടോ? ദൈവാനുഗ്രഹം ഒരു മീഡിയത്തിൽ, അത്രയേ ഉള്ളൂ. ശരി, നടക്കട്ടെ. ഏതായാലും പിന്നെ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യൂ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഏതൊരു വ്യക്തിക്കായാലും ശനിയുടെ പിന്നെ ദോഷങ്ങൾ അനുഭവത്തിൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശ്രീരാമസ്വാമിക്ക് പോലും കാട്ടിൽ പോകേണ്ടി വന്നതായിട്ട് കഥയുണ്ടല്ലോ. പിന്നെ തമിഴന്മാർ ഏറ്റവും ഭയങ്കര അഷ്ടമശനിക്കാണ് പ്രാധാന്യം കൊടുക്കുക. അതെന്താണെന്നറിയില്ല. ഒരു പാട്ടിൽ വരെ അങ്ങനെ അഷ്ടമശനി അവർക്ക് എന്തോ ഭയങ്കരമാണ്. നമ്മൾ പുരാണത്തിൽ ബാലിക്ക് അമ്പു കൊണ്ടത് 8-ൽ ശനി നിൽക്കുമ്പോൾ ആണെന്നൊരു കഥയുണ്ട്. അഷ്ടമത്തിലെ ശനിയെ നമ്മളും കുറച്ച് മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ തമിഴിലാണത് കൂടുതൽ, എന്താണെന്നറിയില്ല. അപ്പോൾ ഏതായാലും ഈ കഴിഞ്ഞ ഏറെ വർഷമായിട്ട് പല വിധത്തിലുള്ള ദോഷാനുഭവങ്ങളും മകരക്കൂറുകാർ അനുഭവിച്ച് കാണും. പക്ഷെ അതിൻ്റെ ചിലരുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണഗതിയിൽ ഈ ദോഷം കൂടുതലായിട്ട് ബാധിക്കുന്നത് പാപഗ്രഹങ്ങളുടെ ദശ, അതും മോശമായ ദശ നടക്കുന്ന വ്യക്തിക്കും മറ്റൊക്കെയാണ്. നീചത്തിൽ നിൽക്കുന്ന ശനി, അല്ലെങ്കിൽ പിന്നെ രാഹു, പിഴച്ച രാഹു, ഇങ്ങനെയുള്ള സമയത്ത് ഏറെ ശനി കൂടി വന്നാലാണ് ഈ ദോഷങ്ങൾ കുറച്ച് കഠിനമായിട്ട് അനുഭവപ്പെടുക എന്നാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചയിലൂടെയൊക്കെ ഞാൻ എത്തിച്ചേർന്ന നിഗമനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ നല്ലൊരു വ്യാഴദശ നടക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശുക്രദശ നടക്കുന്നു, സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് വളരെ ചെറിയ രൂപത്തിൽ മാത്രമേ ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. മറിച്ച് പിഴച്ച ദശ നടക്കുന്ന സമയത്താണ് ഏറെ ശനിയുടെയും മറ്റൊക്കെ കാലഘട്ടം തുടങ്ങുന്നതെങ്കിൽ അത് അയാളെ വല്ലാതെ വട്ടം ചുറ്റിക്കും. അതാണ് അതിൻ്റെ ഒരു വസ്തുത. ചിലർക്ക് അതുകൊണ്ടാണ് ഇത് തീരെ അത്ര എന്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇതിനിടെ വന്ന് ഒരു മനുഷ്യനോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ പിന്നെ അയാൾക്ക് ഏറെ ശനിയാണ്, പക്ഷേ വ്യാഴദശയാണ് നടക്കുന്നത്. വളരെ സൂപ്പർ വ്യാഴമാണ്. പ്രത്യേകിച്ച് ഒന്നും അയാൾക്ക് അങ്ങനെ എടുത്തു പറയാനൊന്നും, ഒരു ജോലി സംബന്ധമായിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ നേരിട്ടു എന്നല്ലാതെ കൂടുതലൊന്നും അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞ വർത്തമാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ജാതകം നോക്കുമ്പോൾ ഏറെ ശനിയെ മറച്ചിടാൻ പാകത്തിന് വ്യാഴം അത്ര ബലവാനായിട്ട് നിൽക്കുകയാണ് അയാളുടെ ജാതകത്തിൽ. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ. 1976 സെപ്റ്റംബർ 7. എവിടുന്നാണ് വിളിക്കുന്നതൊക്കെ പറയൂ. തലശ്ശേരി. 1976 മാസം സെപ്റ്റംബർ 7. ഓക്കെ. 7 AM. 11 AM. 7 മണി. 7 AM. കാലത്തെ 7 മണി അല്ലേ? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്ന് പറയൂ. പെണ്ണിന്റെ. ശരി, എന്താണ് അറിയേണ്ട? ആരുടെ? നിങ്ങളെ തന്നെയാണോ? എന്താണ് അറിയേണ്ട വിഷയം? ആരോഗ്യ സംബന്ധമായിട്ട് വല്ല പ്രശ്നവും തോന്നുന്നുണ്ടോ? ആരോഗ്യ സംബന്ധമായിട്ട് ഓരോരോ അങ്ങനെ അധികം ഓരോരോ വരും.
ശനിദശയാണ്, അതിൽ ചൊവ്വയുടെ അപഹാരമാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവാനുഗ്രഹത്തിൻ്റെ കാഠിന്യമുള്ള ആളായതുകൊണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ കണ്ണിന് വരുന്നത് പിരിയത്തിന് തട്ടി പോകുന്നു. അതുകൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടിയൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ചെറിയ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കുടിക്കുകയേ വേണ്ടു. പക്ഷേ അഡ്മിറ്റ് ആകുന്നില്ല. അത് ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാണ്. ഇപ്പം ഉള്ള ദോഷം 25 മാസം വരെ വളരെ മോശപ്പെട്ട സമയമാണ്. അപ്പോൾ അതുവരെ ശ്രദ്ധിക്കുക. 25 മാസം, അതായത് ഇത് ഫെബ്രുവരി, ഇനി ഒരു 7 മാസം, അല്ല മാർച്ച് തുടങ്ങി, ഇനി ഒരു 5-6 മാസം കഴിഞ്ഞാൽ ആ ദോഷത്തിന് കാഠിന്യം കുറയും. പറയൂ. മോളെ കല്യാണമല്ലോ. അല്ല, അത് അവളുടെ ജാതകം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ നിങ്ങളെ ജാതക പ്രകാരം മക്കൾ ഐശ്വര്യമായിട്ട് വരുമെന്നാണ്. 9 വ്യാഴം നിൽക്കുന്ന സ്ത്രീയല്ലേ, എന്തായാലും അത് പിന്നെ ഒരു ശ്രീജാതക ചിന്തയിൽ 9 വ്യാഴം വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സന്താനങ്ങൾ ഐശ്വര്യമായിട്ട് വരിക, പിന്നെ ഭർത്താവിനെ കൊണ്ട് ഗുണം ലഭിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഭർത്താവിനെ കൊണ്ടൊക്കെ ഗുണം തന്നെയല്ലേ നിങ്ങൾക്ക്? അതാണ് ഞാൻ ഇവിടെ കാണുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു ക്വാളിറ്റിയുള്ള ഒരുത്തനെ ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഗുണമല്ലേ, രക്ഷപ്പെട്ടില്ലേ അല്ലേ? മഹാഭൂരിപക്ഷം ക്വാളിറ്റി കുറഞ്ഞവരല്ലേ. അപ്പോൾ ക്വാളിറ്റി ഉള്ളവനെയാണ് ഭർത്താവായി കെട്ടിയിട്ടുള്ളത്. അയാളെ കൊണ്ട് നല്ല ഫലങ്ങളാണ് കാണുന്നത്. സന്താനങ്ങളുടെ വിഷയത്തിലും ഐശ്വര്യം തന്നെ വന്നു ചേരും. നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചിട്ട് അഗ്നി ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഈ സമയത്ത്. അഗ്നി സംബന്ധമായിട്ടുള്ള, പിന്നെ പ്രത്യേകിച്ചിട്ട് മേരശനിയുടെ സമയം കൂടിയാണല്ലോ, കുംഭക്കൂറുകാരിയാണ്. അപ്പോൾ ഇനിയും അതിൻ്റെ കടുപ്പം മാറുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 2.5 കൊല്ലം വീണ്ടും ഏരശനി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പരിഹാരം ചെയ്യണ്ടെങ്കിൽ അതും നേരിട്ട് വന്ന് പരിഹാരം ചെയ്യാം. അതും നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഏരശനിയുടെ ഇത് മകരക്കൂറുകാർ തൽക്കാലം അതിൽ നിന്നും അങ്ങോട്ട് മാറുകയാണ്. ഇനി കുംഭക്കൂറുകാർ, അതായത് ഇപ്പം സ്ത്രീയോട് പറഞ്ഞ വർത്തമാനം ശ്രദ്ധിച്ചല്ലോ. അവിട്ടം നക്ഷത്രം കുംഭക്കൂറുകാരിയാണ്. അപ്പോൾ ഈ അവിട്ടം കുംഭക്കൂറിന്, പിന്നെ അതേപോലെ പൂരട്ടാതി, ഈ ചതയം, പൂരട്ടാതി മുക്കാല്, ഇതാണ് കുംഭക്കൂറ്. ഇവർക്ക് ഏരശനിയുടെ ആ ജന്മശനി എന്നുള്ള അത് മാറ്റം വരും 1 മാസം കഴിയുമ്പോൾ. ജന്മശനി, അത് ഏരശനിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്നത് മധ്യഖണ്ഡമായ ജന്മശനിയിലായിരിക്കും. 12 ജന്മം 2 ഇതാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശി. അത് ചന്ദ്രൻ്റെ തൊട്ട് ഇപ്പുറമുള്ള രാശിയോ അപ്പുറമുള്ള രാശിയോ. അപ്പോൾ കുംഭക്കൂറിലും അവിടെ ഈ ഏരശനി അവർക്ക് അതിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ട് അനുഭവത്തിൽ വരും. പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. അത് ശ്രദ്ധിക്കണം. ഈ ഇപ്പം പറ്റിക്കൽ കേരളം പണ്ട് മുതലേ, എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ആടുമാഞ്ചിയും തേക്ക് അന്ന് മുതലേ തുടങ്ങിയതാണല്ലോ. എന്തോ ഒരു പ്രത്യേക ബുദ്ധിയുള്ളതുകൊണ്ട് അത്തരം പറ്റിക്കലൊന്നും നടക്കില്ല. എന്നോട് നീ ഇത്ര പൊട്ടനാണോന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ ആളുണ്ട്. അതായത് ഞാൻ ആടുമാഞ്ചിയും തേക്കിൽ പൈസ നിക്ഷേപിച്ചില്ല. അന്ന് എനിക്ക് നല്ല കച്ചവടമുള്ള കാലം 35 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ ഒരുത്തൻ എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി എന്നോട് പറയുകയാണ്, ഞങ്ങളെല്ലാം എടുത്തു ആടുമാഞ്ചിയും തേക്ക്, 25 കൊല്ലം കഴിഞ്ഞാൽ കാശ് എത്ര കിട്ടും? ഞാൻ പറഞ്ഞു 25 കൊല്ലം. ഞാനൊന്നും ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു ബുള്ളറ്റിൽ സ്പീഡിൽ പോകുന്ന ആളാണ്, എവിടെയൊക്കെ അടിച്ച് ചത്തുപോയാലോ. അപ്പോൾ ഇതിപ്പോൾ എന്തോ ഉറപ്പാവുള്ളൂ 25 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന്. ഇപ്പോൾ ലാഭല്ല രാജൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അയാളൊന്നും പറഞ്ഞാൽ അറിയില്ല.
അതിൻ്റെ തുടക്കക്കാരൻ. പിന്നെ വേറെ 5-8 ആളുകൾ. ഏതായാലും 10,000-കണക്കിന് ആളുകളെ പറ്റിച്ചുകൊണ്ട് അവർ കോടികളും കൊണ്ട് അന്നത്തെ കാലത്ത് മുങ്ങി. ആർക്കും ആടുമില്ല, മാഞ്ചിയോ ഇല്ല, തേക്കും ഇല്ല. അതാണ് കുപ്രസിദ്ധമായ ആട് മാഞ്ചിയും തേക്കിൻ്റെ കഥ. അവിടുന്ന് മുതലാണ് ഈ പറ്റിക്കലിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിന് മുമ്പേയും പറ്റിക്കലുണ്ട്. പറ്റിക്കൽ ഭൂമി ജനിച്ച ഈ പ്രപഞ്ചം ഉണ്ടായ മുതലേ ഉണ്ടല്ലോ. ഈ കള്ളച്ചൂത് കളിച്ചിട്ടല്ലേ, പറ്റിച്ചിട്ടല്ലേ ധർമ്മപുത്രയും അനിയന്മാരെയും പറ്റിച്ചത്. ശകുനിയല്ലേ നടുക്ക് നിന്ന് കളിച്ചത്. പുരാണത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ പറ്റിക്കൽ ഭൂമി ഉണ്ടായ കാലം മുതലേ ഉണ്ടല്ലോ. ഒറ്റും പറ്റിക്കലും ചതിയും യേശുക്രിസ്തുവിനെ ഒറ്റുമല്ലേ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ എന്നും ഉണ്ടായിരുന്നു, അതില്ല എന്നല്ല. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെറുകുന്ന്. പറഞ്ഞോളൂ. 25 ഓക്കെ. 2 1995 1:23 ടൈം. പകലാണോ? പകല്. ആരുടേതാണ്? മോൻ്റെത്. മൂലനക്ഷത്രം പൂരാടാണ് നമ്മൾ ഇത്ര വരെ എടുത്തത്. 25 2 95 1:23 PM അല്ലേ? സോറി. ഓക്കെ. പൂരാടം തന്നെ. ഞാൻ AM വെച്ച് പോയതാണ്, സോറി. അപ്പോൾ ഇവിടെ എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് കല്യാണത്തിൻ്റെത് അറിയാനാണ്. കല്യാണത്തിൻ്റെത് അറിയണം. ഇപ്പോൾ ചൊവ്വാദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ഇപ്പോൾ 6ാം ഭാവാധിപനായ ചൊവ്വ, അഷ്ടമാധിപനായ ശനി, 26 2ാം മാസം വരെ കല്യാണമൊന്നും നടക്കുന്ന കോളില്ല. ഒരു വർഷം വെറുതെ ഇങ്ങനെ മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല. പ്രേമിച്ച് കഴിക്കാനൊരു യോഗം ഉണ്ടായിരുന്നു, അത് എന്താ പറ്റിയതെന്ന് അറിയില്ല. അത് തേപ്പായി പോയോ? അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതെന്താണ് സംഭവിച്ചത്? അതെന്താണ് അത് വേണ്ടെന്ന് വെച്ചത്? പൊളിഞ്ഞു പോയത് എന്താണ്? ആരാണ് അതിൻ്റെ ആള്? ഒന്നും അറിയില്ല. നിങ്ങളുമായിട്ട് ചർച്ച വന്നില്ല അല്ലേ? അല്ല, ഇന്നത്തെ കാലത്തെല്ലാം അമ്മയോടെല്ലാം പറയുമല്ലോ. അത് എന്താണ് അയാൾ? അത് പറഞ്ഞില്ല അയാള്. സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുവാട്ടെ, അതിനി നമ്മൾ ചത്തകുട്ടീൻ്റെ യാതൊരു നോക്കണ്ട. ഏതായാലും ഈ സമയം ഇയാളിപ്പോൾ ഇവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? ഇല്ല. അതെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും അതിന് ദോഷങ്ങൾക്കൊക്കെ ശമനം വരുത്താൻ എന്തെങ്കിലും ഏർപ്പാട് വേണമെങ്കിൽ വരുന്നുണ്ടോ ഇപ്പോൾ? പറ്റോ? അതിപ്പോ നോക്കാൻ ആള് വേണ്ടേ ഇവിടെ? വരും. ഒന്നും ആവുന്ന ലക്ഷണമൊന്നുമില്ല. അല്ല, ഉള്ള പോലെ പറയണ്ടല്ലോ. പിന്നെ നിങ്ങൾ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. കർമ്മങ്ങളിലൂടെ അതിനെ കാഠിന്യം കുറക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ ചെറുകുന്നൊക്കെ എന്നെ കാണാൻ 100 കണക്കിന് പേര് വരുന്നതല്ലേ. ദേവിയുടെ പ്രദേശവും കൂടിയല്ലേ അതൊക്കെ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ, നമ്മളും ദേവീൻ്റെ ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് കണ്ടവർക്കൊക്കെ ബലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഈ നമ്പറിൽ വിളിച്ചിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഓക്കെ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഏരശനിയുടെ കാഠിന്യം കുറഞ്ഞ് പിന്നെ കുംഭക്കൂറുകാർ കുറച്ചൊരു മാറ്റം വരുമെങ്കിലും അവരും ശ്രദ്ധിക്കേണ്ടവർ തന്നെയാണ്. അവരെ പിന്നെ പറഞ്ഞതുപോലെ രോഗമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതിക്കപ്പെടുക. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ പാതി വില സ്കൂട്ടർ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പെട്ടുപോയ എത്ര ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെയൊക്കെ സ്ഥിതി എന്താണ്? മാത്രമല്ല ഈ ടീമൊക്കെ എന്നെ കാണാൻ വന്നതാണ്. നല്ല വർത്തമാനം പറഞ്ഞ്
ലേശം ചൂടുവെള്ളവും കൊടുത്ത് അങ്ങോട്ട് ഇറക്കി വിട്ടു. എന്ത് ചെയ്യാണ്, ചൂടുവെള്ളം കൊടുക്കാതിരിക്കണ്ടല്ലോ. അതാര് വന്നാലും കൊടുക്കാറുണ്ട്. അപ്പോൾ പറ്റിക്കാൻ വന്നതുകൊണ്ട് ചായയൊന്നും കൊടുത്തില്ല, ചൂടുവെള്ളം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നവർ, നമ്മളെ പോലെയുള്ള ആൾ എന്തെങ്കിലും വല്ല 2 നവരത്നോ അല്ലെ അങ്ങനെ എന്താ മേടിച്ച് 10 റുപ്യ ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര കള്ളനും പറ്റിക്കാരൻ. ശരിയായ പറ്റിക്കലുകാരാരാ? അത് ഇത്തരം ആൾക്കാരല്ലേ. അതിന് അത്തരം ആളുകളുടെ ഇപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോൾ എന്തൊക്കെ അതിൻ്റെ ഹൈ റിച്ച് എന്ന് പറഞ്ഞൊരു പറ്റിക്കൽ വേറെ, ഇനി അതിനും വലിയൊരു പറ്റിക്കലിൻ്റെ കഥ അടുത്ത് തന്നെ പുറത്ത് വരാനുണ്ട്. തൃശ്ശൂർ ഒരു 150ഉം ഒരു 250 കോടിയും അതൊന്നും ഇപ്പോൾ വാർത്തയല്ലാതായി. ഈ പാതിവല സ്കൂട്ടർ തട്ടിപ്പിൽ 1000 കോടിയാണ്. ഇപ്പോൾ അതിൻ്റെ വല്ല വർത്തമാനം കേൾക്കുന്നുണ്ടോ? പത്രക്കാർ അല്ല ചാനലുകാർ ഒരു 2-3 ദിവസം ആഘോഷിക്കും. ഈ പണം പോയ ആൾക്കാർ പണം പോയി. ഇതെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇങ്ങനെ കൊണ്ടുപോയിട്ട് വല്ലവനെയും തീറ്റിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ എത്ര ആലോചിച്ചിട്ടും ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് 80,000-ൻ്റെ സ്കൂട്ടർ 40,000-ന് തരാൻ പറ്റുക? ഇതെന്താണ്? ഈ ചിന്താശേഷി എന്താണ് മനുഷ്യർക്ക് ഇല്ലാത്തത്? എന്തെങ്കിലും വ്യാമോഹങ്ങൾ കേൾക്കുമ്പോൾ തന്നെ തലവെച്ച് കൊടുക്കുന്നത് എന്താണ്? ഇതിനിടെ ഒരു പാലക്കാടുള്ളൊരു സ്ത്രീ എന്നോട് പറയുന്നു, അവരുടെ സ്വർണം 27 പവൻ സ്വർണം ഒരു ധനകാര്യ സ്ഥാപനം പറഞ്ഞു പോലും, നിങ്ങൾ അതിവിടെ വെക്കുക, ഞങ്ങൾ അതിനെക്കൊണ്ട് ചില കളികൾ കളിച്ച് നിങ്ങൾക്ക് മാസം 10,000 രൂപ അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം സാധനം കൊണ്ട് 27 പവൻ അവൻ്റെ അണ്ണാക്കിൽ താഴ്ത്തിക്കൊടുത്തു. അങ്ങനെ തന്നെ പറയണം, അവൻ്റെ അണ്ണാക്കിൽ. ഇപ്പം എന്താണ് കഥ? ഇപ്പം പോലീസൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞു എന്നോട്. കിട്ടിയാൽ കിട്ടി, KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. കിട്ടാൻ സാധ്യത ചെറിയൊരു സാധ്യത, മഹാഭാഗ്യം ഉണ്ടായേക്കാം, കിട്ടിയേക്കാം. അപ്പോൾ ഇതാണ് ഏതൊക്കെ വിധത്തിലാണ് പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്. ഒരു കോളുണ്ട്. ഹലോ 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 പറയുള്ളൂ. 1999 ഓക്കെ, ആ വോളിയം കുറക്കും. നവംബർ 6. ഓക്കെ, ശനിയാഴ്ച 12:31. പകലല്ലേ? ഹലോ, പകലാണോ? മകള് അല്ല, പകലല്ലേ? 12:31 പകലല്ലേ? പകല് 12:31. ശരി, എന്താണ് അറിയേണ്ട വിഷയം? ചിത്തിര നക്ഷത്രം. അവളുടെ ജോലിയും വിവാഹവും. ഇപ്പം അവൾക്ക് പ്രായം 25 വയസ്സായി. ഇപ്പം എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോലി ഇപ്പോ PG കഴിഞ്ഞ് നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, പാസ്സായി. ശരി, അത് അപ്പോൾ സർക്കാർ ജോലിക്കുള്ള നല്ല ചാൻസ് ഉള്ള ജാതകമാണ്. അത് ആ വിഷയത്തിലൊന്നും ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ ഈ വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ശുക്രൻ നീചത്തിലുണ്ട്, പിന്നെ 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു. അത് മകരലഗ്നത്തിന് അല്ലെങ്കിൽ തന്നെ വിവാഹ സംബന്ധമായിട്ട് ദോഷങ്ങൾ പറയുന്നുണ്ട്. അത് 100% അതിന് വേണ്ട. ഇപ്പം ശനിയുടെ അപഹാരമാണ്. ആ ശനി നീചത്തിലുള്ള ശനിയാണ്. 26 10ാം മാസം വരെയുണ്ട്, 1 കൊല്ലം 8 മാസം. അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോലിയുടെ കാര്യം വളരെ പോസിറ്റീവായിട്ടും കല്യാണ കാര്യം നെഗറ്റീവായിട്ടും കാണുന്നു.
ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. എവിടുന്നാണ് വിളിക്കുന്നത് നിങ്ങൾ? നെഗറ്റീവായിട്ട് കാണുന്നു. ഓ, കല്യാണം നെഗറ്റീവായിട്ട് കാണുന്നു പറയുമ്പോ എങ്ങനെയാ? അപ്പോ ലേറ്റ് ആയിട്ടാണോ? അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി, ശാസ്ത്രം പഠിച്ചൊരു മനുഷ്യൻ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ വാക്കിന് പല അർത്ഥതലങ്ങളും ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ വേണ്ട കർമ്മങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു രോഗമുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്നല്ലാതെ പറയാതിരിക്കാൻ പറ്റുമോ? വെറുതെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രാക്ക് കിട്ടാനാണോ? അപ്പോൾ അടുത്ത മാസം കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ തക്കാലം സന്തോഷിപ്പിക്കാം. അത് സത്യമുള്ള കാര്യമാണോ? അല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു കള്ളനായിട്ടും പിന്നെ വെറുതെ മറച്ച് ഉള്ളത് പറയാതെ മനുഷ്യനായിട്ട് നിങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോൾ അത് എനിക്കെൻ്റെ ക്രെഡിബിലിറ്റി സൂക്ഷിച്ചേ പറ്റൂ. ചത്തുപോയാൽ അതേ ബാക്കിയുണ്ടാവും ഞാൻ പറഞ്ഞ സത്യമുള്ള വാക്കുകൾ. അതുകൊണ്ട് ഞാൻ ഈ കള്ളം പറയാനും പിന്നെ എൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലേ തള്ളാം, അത് വേറെ കാര്യം. എനിക്ക് സത്യമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾ വേണ്ട രൂപത്തിൽ ചെയ്യൂ, ബന്ധപ്പെടൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ശനി പിന്നെ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് ജന്മശനിയായിട്ട് നിന്നിട്ട് ദോഷം ചെയ്യുന്നത് ആർക്കാണെന്ന് പറഞ്ഞാൽ പൂരട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങൾ. അതിൽ കാൽഭാഗം മാത്രമേ പൂരട്ടാതിക്കാരുള്ളൂ. കുംഭക്കൂറുകാരാണ് 3/4 ഭാഗം. പിന്നെ ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രക്കാർ വളരെയേറെ ഈ ജന്മശനി അവർക്ക് ദശ മോശമായിട്ടൊക്കെ നടക്കുന്നവരാണെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇപ്പറഞ്ഞതുപോലെ ആരെങ്കിലും പാതി വിലക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞാലൊന്നും കൊണ്ട് പൈസ കൊടുത്തേക്കരുത്. എങ്ങനെ മറ്റവൻ്റെ കാശ് അടിച്ചു മാറ്റാം, ഒരു പണിയും എടുക്കാൻ പാടില്ല. എന്നിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു മെയ്യനങ്ങാതെ എങ്ങനെയാണ് കാശ് സമ്പാദിക്കുക. ഇപ്പം ഇന്നലെ ഒരുത്തം കണ്ടില്ല, ചാരിറ്റിയാണ് പോലും. 3 കോടി റുപ്യ ഒരു കുട്ടിക്കോ മറ്റോ പിരിച്ചു കൊടുത്ത് അവർ പ്രതിഫലമായിട്ട് ഇവന് ഇന്നോവ ക്രിസ്റ്റ 35 ഫുൾ ഓപ്ഷൻ 35,000 റുപ്യയുടെ വണ്ടി 35 ലക്ഷത്തിൻ്റെ. ഇതാണ് ലോകം. നല്ല ചാരിറ്റി അല്ലേ? എന്താണ് ഇങ്ങനെയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഈ ജ്യോത്സ്യപ്പണിയൊക്കെ നിർത്തിയിട്ട് ചാരിറ്റി നല്ല എത്ര കാലം പണിയെടുക്കണം? 35 ലക്ഷം റുപ്യ കിട്ടാൻ എത്ര കാലം പണിയെടുക്കണം? ഇതൊന്നും വേണ്ടല്ലോ. വേഗം കുറച്ച് ഏതെങ്കിലും രോഗി കുട്ടിയുണ്ടോ നോക്കുക, എന്നിട്ട് ഈ ടി വിയിൽ ഇവിടെയൊക്കെ പറയുക, പിന്നെ ഫേസ്ബുക്കിൽ ഇടുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, വാട്സാപ്പ് വഴി പണക്കാരിയെല്ലാം ചാക്കിട്ട് പിടിക്കുക. എന്നിട്ട് ഇന്നേ കുട്ടിയുണ്ട് രോഗമായിട്ട് കിടക്കുന്നു, അതിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്നൊക്കെ പറയുക. അങ്ങനെ പണം സ്വരൂപിക്കുക, കൊടുക്കുക. അവരൊരു ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഇതാണ് ഇപ്പം ചാരിറ്റി പോലും ഇങ്ങനെയുള്ള കളികളാണ്. എല്ലാം കലികാലത്തിൽ വ്യാജമായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജ്യോതിഷവും വ്യാജം തന്നെ ആയിപ്പോയില്ലേ മഹാഭൂരിപക്ഷം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഏരശനിയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ തന്നെ എത്രയോ 3-4 മാസമായി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതിൽ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒന്ന് ലിങ്കിൽ നമ്മളെ കൊണ്ട് തുറപ്പിക്കുക എന്ന് മാത്രം. അത് പിന്നെ ഇവരോട് മെറ്റയോട് പൈസ മേടിക്കേണ്ട, അല്ലെ യൂട്യൂബിനോട് പൈസ മേടിക്കേണ്ട പരിപാടി മാത്രം
ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലാതെ വേറൊരു വിഭാഗമുണ്ട്, പിന്നെ അതിഭീകരമായിട്ടുള്ള നിങ്ങളിപ്പോൾ ചത്തുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പം പിന്നെ പറഞ്ഞാലും കല്യാണത്തിന് തടസ്സമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ ഇന്ന് വരെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളാരെങ്കിലും ചത്തുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്ക് പറയാൻ ആർക്കാണ് അധികാരം? ആ കഥ മാത്രം വേറൊരാളുടെ കയ്യിലല്ലേ? നമ്മൾ നിശ്ചയിക്കുന്ന അല്ലല്ലോ മരണം മാത്രം. അത് എനിക്ക് ഗുരുപദേശം എന്നോട് പറഞ്ഞതാണ്, ബൃഹസ്പതിക്ക് പോലും മരണം പറയാനാവില്ല, അതുകൊണ്ട് ആ വിഷയം മാത്രം സംസാരിക്കണ്ട എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരും ഒരു സൂചനയൊക്കെ കൊടുക്കുക, അല്ല അല്പായുസാണോ ദീർഘായുസാണോ എന്നൊക്കെ ഒരു സൂചനയൊക്കെ, അതും ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രം. ആകെ ജീവിതത്തിൽ ഒരാളെ കൊണ്ട് മാത്രമേ അങ്ങനെ മോശമായിട്ട് എന്തോ നാവിൽ നിന്നും വീണു പോയിരുന്നു, അയാൾ 7 ദിവസം കൊണ്ട് മരിച്ചും പോയി. പക്ഷെ അയാളെ ലക്ഷണവും അതായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മരണലക്ഷണവും ഉണ്ട്, എന്തോ എൻ്റെ നാവിൽ നിന്നും അങ്ങ് വീണുപോയി, വടക്കുംപാടുന്ന് വന്നൊരു വ്യക്തിയാണ്. എന്തോ നോക്കുമ്പോൾ അത് എങ്ങനെയാണ് പറ്റിപ്പോയതെന്ന് എനിക്കും അറിയില്ല. ഞാനങ്ങ് പറഞ്ഞും പോയി. അല്ല, അപ്പം പറഞ്ഞുകൊണ്ടല്ല, ഇത് വളരെ മോശമാണ് അവസ്ഥ, അങ്ങനെ മരിക്കും നിന്നിട്ടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ ബാക്കിയൊന്നുമില്ല നമുക്ക് പറയാം. കല്യാണത്തിന് ദോഷമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം, ജോലിക്ക് തടസ്സമുണ്ടെങ്കിൽ അത് പറയാം, അതൊക്കെ പറയാം. അതൊക്കെ ശാസ്ത്രം പിന്നെ അതിനല്ലേ വെച്ചിരിക്കുന്നത്. പക്ഷെ മറിച്ച് മരണം മാത്രം നമ്മൾ അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന ടീമൊക്കെ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുക. അതുകൊണ്ട് അതൊക്കെ വളരെ അലർട്ടായിട്ട് നിൽക്കുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം തട്ടിക്കാൻ വേണ്ടി, പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്നിൻ്റെ വേറെ ഒരു കഥയുണ്ട്, അതിപ്പം പറയാൻ നേരമില്ല, അടുത്ത അധ്യായത്തിൽ അതേക്കുറിച്ച് പറയാം. മക്കളെയെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോകത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 15 വയസ്സുള്ള ചെക്കനെയാണ് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ മയക്കുമരുന്നുണ്ട്. MDMA എന്നുള്ള സാധനവും അതേപോലെയുള്ള കുഴപ്പം പിടിച്ച സാധനങ്ങളും പഴയ പോലെ മദ്യം പോലെയുള്ളയോ കഞ്ചാവ് പോലെയുള്ള സാധനവും അല്ല. അന്നേരം ചോദിക്കും, കഞ്ചാവിനും ഉണ്ട് നെഗറ്റീവായ സംഗതികളും കഞ്ചാവിനും ഒരുപാടുണ്ട്, പക്ഷേ അതുപോലും ഇത്ര ഭീകരമല്ലാത്ത ഒരു സാധനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് 5 പേരെയൊക്കെ യാതൊരു മടിയും ഇല്ലാണ്ട് സീരിയൽ കൊലപാതകമൊക്കെ ഒറ്റ ദിവസം 6 മണിക്കൂറൊക്കെ എടുത്തിട്ട് 5 ആളെയൊക്കെ കൊല്ലാനും അമ്മേനെ അടിച്ച് അവശയാക്കാനും ഒക്കെ സാധിക്കുന്ന ലോകത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതൊക്കെ അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ നേരമില്ല. ഏതായാലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം. ഒപ്പം നേരിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനിൽ അതിനുള്ള സൗകര്യമുണ്ട്. വാട്സാപ്പിൽ ഡേറ്റും ടൈമും പിന്നെ അയച്ച് അതേപോലെ ദക്ഷിണയും ഗൂഗിൾ പേ വഴി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഫലമറിയാൻ പറ്റും. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തു നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.